ഓരോ പുതിയ ബിസിനസ് ആശയം. അപ്പോൾ അത് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളതിൻ്റെ ഒരു മാർക്കറ്റിംഗ് ഡിമാൻഡ് അവിടെ തൊട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മളെടുത്തിരിക്കുന്ന ഈ ആശയം മാർക്കറ്റിൽ സക്സസ് ആകുമോ, അല്ലെങ്കിൽ മാർക്കറ്റ് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ, എങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുകയുള്ളൂ. ഇപ്പോൾ ചില ആശയങ്ങൾ ചില ആൾക്കാർ അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ശരിയായിരിക്കും, പക്ഷേ അതിനെ മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്യത്തില്ല, റിജക്റ്റ് ചെയ്യും. അപ്പോൾ പല ആൾക്കാരും നമ്മുടെ അടുത്ത് കൺസൾട്ടൻസിയിൽ വന്നിട്ട് അവരുടെ പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന മാർക്കറ്റിംഗ് സൈഡ് ഭയങ്കരമായിട്ടും വീക്കാണ്, അത് എത്തുന്നില്ല എന്ന് പറയുമ്പം നമ്മൾ അവരുടെ പ്രൊഡക്റ്റോ സർവീസോ അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ പ്രൊഡക്റ്റിൻ്റെ ഡിസിഷൻ മേക്കിങ്. അപ്പോൾ അവിടെ തൊട്ട് വീണ്ടും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പ്രൊഡക്റ്റോ സർവീസോ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഡിമാൻഡിനൊപ്പം ഫ്യൂച്ചർ ഡിമാൻഡും അതിനുള്ള കോമ്പറ്റീഷനും, അപ്പോൾ അതിൽ ഇപ്പോൾ വരാൻ സാധ്യതയുള്ള ചലഞ്ചസുകൾ എല്ലാം നിങ്ങൾ അനലൈസ് ചെയ്യണം. ഇല്ലെങ്കിൽ മാർക്കറ്റിംഗ് സൈഡിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഒക്കെ വരുമ്പം വീക്കാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സെലക്റ്റിൽ ബിസിനസ് കൺസൾട്ടേഷൻ, അപ്പോൾ ബിസിനസ് പ്രൊമോഷൻ്റെ അകത്ത് തന്നെ ബിസിനസ് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്, അതുപോലെ രജിസ്ട്രേഷൻ്റെ സെക്ഷനുണ്ട്, ലീഗൽ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അതായത് ലീഗലി ഉള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്യാനുണ്ട്, മാർക്കറ്റിംഗ് ടീമുണ്ട്, ലോൺ പ്രൊവൈഡ് ചെയ്യാൻ, അതായത് ലോൺ കൺസൾട്ടൻറ്റുമാരുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആശയങ്ങളും. അപ്പോൾ ഇത് പുതിയ ഏതൊരു ബിസിനസ് ആശയവും നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് സെലറ്റാപ്പ് നിങ്ങൾക്ക് എന്തായാലും അതൊരു ഹെൽപ്പായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വരുമ്പം മാർക്കറ്റ് നിങ്ങളുടെ പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമായിരിക്കുക ഒരു ഡിസിഷൻ എടുക്കുക.